എവിടെ നിന്നൊക്കെയോ പാഞ്ഞെത്തിയ കുറേ മനുഷ്യർ. അവർക്ക് ശരിയാണ്, അവർക്ക് പല അടയാളങ്ങളിലുള്ള യൂണിഫോം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരേ ഒരു വികാരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. നമ്മളത് കണ്ടതാണ് 2 ആഴ്ചയോളം. അപ്പോൾ പല നിലക്കുള്ള യാതനകളും പല നിലക്കുള്ള വെല്ലുവിളികളും ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള മുന്നനുഭവങ്ങളില്ലാത്ത വിധത്തിലുള്ള ഒരു ദുരന്തമുഖത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട കുറേ മനുഷ്യർ. അവരെ എല്ലാവരെയും നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അവരിൽ ചില പ്രതിനിധികളെ മാത്രം നമ്മൾ ഈ സമയം ഈ ഫ്രെയിമിൽ കൊണ്ടുവരുന്നു. IRW പ്രതിനിധി ഷിഹാബ് ചിറ്റൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷിഹാബ് ചിറ്റൂർ, സ്വാഗതം ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ശ്രീ ഷിഹാബ്, അങ്ങ് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. എന്നായിരുന്നു അങ്ങ് അവിടെ എത്തിയത്? എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? അങ്ങയുടെ അനുഭവത്തിൽ എന്തായിരുന്നു ഈ മുണ്ടക്കയിലുണ്ടായ ഈ മഹാദുരന്തം? ഒപ്പം എത്ര വലിയ വെല്ലുവിളികളൊക്കെ അവിടെ നേരിടേണ്ടി വന്നു ആ മണ്ണിൽ? ഇപ്പോൾ ഒരു മാസം തികയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓരോ അവിടുത്തെ ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളുടെ മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളുടെ പോലും മനസ്സിൽ ഈ ഓരോ ചർച്ചയും ഓരോ ചിന്തയും ഇതിനെക്കുറിച്ചുള്ള ചർച്ച പോലും വളരെ ഭീതി ഉളവാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് നമുക്കത് ഓർക്കാനും പറയാനും കഴിയുകയുള്ളൂ. നമ്മളതൊക്കെ മറന്ന് സാധാരണ ജീവിതത്തിലേക്ക് നമ്മളൊക്കെ മാറിയെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് ഇനിയും മാറാൻ സാധിച്ചിട്ടില്ല. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾ അന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ഞാൻ വിവരം. ഞാൻ പാലക്കാടാണുള്ളത്. ഞങ്ങളെ കൂടെയുള്ള IRWന്റെ ടീം അന്ന് പുലർച്ചെ തന്നെ 4 മണിയോടുകൂടി തന്നെ അവിടെ മേപ്പാടിയിലെത്തുകയും ഈ പ്രദേശത്തേക്ക് പുലർച്ചയോടുകൂടി പ്രദേശത്തെത്തുകയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ സ്റ്റേറ്റ് തലത്തിലുള്ള ഒരു ടീമിനെ നയിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് കൺവീനർ ബഷീർ ഷർക്കിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പായി അവിടെ എത്തിച്ചേർന്നു. അപ്പോഴും അവിടെ മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മുണ്ടക്കയിലെ ആ പ്രദേശത്ത് ഞങ്ങൾ കൂടെ രാവിലെ വയനാട്ടിലുള്ള നമ്മുടെ വളണ്ടിയർമാർ അവരവിടെ എത്തുകയും ഒരുപാട് മൃതദേഹങ്ങൾ അവിടെ എടുത്ത് ഒരു പാടിയിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വൈകുന്നേരം വരെ അത്തരം വീണ്ടും ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടെ അവിടെ എത്തുന്നതിനുള്ള ശ്രമം നടത്തി. പക്ഷേ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്ക് വളരെ മിസ്റ്റും ഒക്കെ മഞ്ഞ് ഇത് കാരണം വീണ്ടും മഴ ശക്തിപ്പെട്ടതുമൊക്കെ വീണ്ടും അങ്ങോട്ട് ആ സമയത്ത് പോകുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി. പിന്നെ അവിടെ കടന്നിട്ടുള്ള ആളുകളും ആർമിയോടൊപ്പം ഫയർ സർവീസിനോടൊപ്പം ഒക്കെ ചേർന്നുകൊണ്ട് ആ സിപ്പ് ലൈനിലൂടെ ആ മൃതദേഹങ്ങൾ രാത്രി 10-10:30 മണിക്കാണ് ഏറ്റവും അവസാനം മൃതദേഹം അവിടുന്ന് കൊണ്ടുവന്നത്. ആ ഒരു പ്രവർത്തനത്തിലായിരുന്നു ആദ്യത്തെ ദിവസം ഏർപ്പെട്ടത്. രണ്ടാമത്തെ ദിവസമാണ് നടുക്കുന്ന, ഇന്നും മനസ്സിൽ ഓർക്കുന്ന ഒരു കണക്കിന് സന്തോഷം തോന്നുന്ന, ഈ അപകടത്തിനിടയിലും സന്തോഷം തോന്നുന്ന ഒരു അവസരം. ഉണ്ടെങ്കിൽ നമുക്കറിയാം, പുഞ്ചിരിമട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആളുകൾ ആ ഒരു വനറാണി എന്ന മറ്റു പേരുള്ള എസ്റ്റേറ്റ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന 19ഓളം കുട്ടികളടക്കമുള്ള 19ഓളം ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ച മദ്രാസ് റെജിമെന്റിനോടൊപ്പം IRWന്റെ പ്രവർത്തകരും അതുപോലെ പിണങ്ങോട് എന്നുള്ള ഒരു വളണ്ടിയർ ടീമും ഞങ്ങൾ 3 ടീമാണ് ഉണ്ടായിരുന്നത്. ഇവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ വളരെ അതിസാഹസികമായി ആ കുത്തിയൊഴുകുന്ന വെള്ളത്തിന്റെ ഒഴുക്കിനെ തൃണവൽക്കരിച്ചുകൊണ്ട് അവിടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ആർമിയും ഞങ്ങളും ഒക്കെ ആ പ്രവർത്തനം നടത്തിയത്. അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നത് അതിസാഹസികമായ ഒരു പ്രവർത്തനമായിരുന്നു. പക്ഷേ അവരെ കടത്തി കഴിഞ്ഞു. അങ്ങനെ അവരെ കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ടും മറ്റാളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവരെ വാഹനമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുകയും അവിടുന്ന് ആ ഒരു ജീപ്പിൽ ടെമ്പോയിൽ കയറ്റിയിട്ട് നമ്മുടെ ഈ ബേരി പാലം ഇന്ന് നിൽക്കുന്ന അവിടെ പാലം വന്നിട്ടില്ല അവിടേക്ക് എത്തിക്കുകയും അവിടുന്ന് ആ ഫയർ സർവീസ് ഉണ്ടാക്കിയ പാലം കടത്തി അവരെ കൊണ്ടുവരികയും ചെയ്ത ആ ഒരു രംഗം, അത് ആ ഒരു ഏറ്റവും ദുഃഖകരമായ ആ ഒരു സാഹചര്യത്തിലും ഏറെ സന്തോഷം തോന്നിയ, ജീവനോടെ അവരെ എത്തിക്കാൻ സാധിച്ചു എന്നത്. ആ സന്ദർഭത്തിലൊക്കെ അവരുടെ ഒരു വൈകാരികത എന്ന് പറഞ്ഞത് അവർ വീണ്ടും ഈ വെള്ളത്തിലേക്ക് ഞങ്ങൾ അവരെ ഈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഈ പുഴ കടത്തുമ്പോൾ പോലും അവർ നിലവിളിക്കുകയാണ്. കാരണം ഇന്നലെ അവരനുഭവിച്ച ആ ഒരു വലിയ ആ ഒരു ദുരന്തം അത് അവരുടെ മനസ്സിലുണ്ടാക്കിയ ഭീതിയായിരുന്നു. അത് നിങ്ങൾ ധൈര്യമായി പോരും, ഞങ്ങളുണ്ട് എന്ന ആർമിയും ഞങ്ങളൊക്കെ അവർക്ക് ധൈര്യം പകരുമ്പോഴും അവർ ആ ഭയപ്പാടിൽ നിന്ന് മോചിതരായിരുന്നില്ല. മുതിർന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ, സ്ത്രീകൾ, രോഗികളായ സർജറി കഴിഞ്ഞ ആളുകൾ, ഇവരൊക്കെ പലരും നിലവിളിക്കുകയാണ് ആ വെള്ളത്തിലേക്ക് അവർക്ക് ഇറങ്ങാൻ കഴിയാത്തത്ര. കാരണം അത്ര ഭീതിജനകമായിരുന്നു അത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആ അപകടം എന്നതാണ് അതിൻ്റെ